MMV ഫസ്റ്റ് ഇയർ ട്രേഡ് തിയറി 7ാമത് ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജീനിയസ്. ഞാൻ സെൻറ്റ് മേരീസ് ITI കാച്ചേരിയിൽ MMV ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ലൂബ്രിക്കേഷൻ സിസ്റ്റം പാർട്ട് 3. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലെ കുറച്ച് പാർട്സാണ്. ആദ്യം തന്നെ ഓയിൽ പാൻ അല്ലെങ്കിൽ ഓയിൽ സമ്പ്. നിങ്ങൾക്ക് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ഒരു ഓയിൽ പാൻ എന്നുള്ളത്. അതായത് ഒരു എഞ്ചിനിലെ ക്രാങ്ക് കേസിലെ ഏറ്റവും താഴെയുള്ളൊരു പോർഷനാണ് ഈ ഓയിൽ പാൻ, ഓയിൽ സമ്പ് എന്ന് പറയുന്നത്. ഓയിൽ സമ്പിൽ ഓയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്യുക. ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ പ്രസ്ഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. ഇതിന് താഴെ ഒരു ഓയിൽ ഡ്രെയിൻ പ്ലഗ് കാണാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതിൽ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ ഓയിൽ ഡ്രെയിൻ പ്ലഗ് വഴിയാണ് നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയുക. ഓക്കെ, അടുത്തത് സ്ട്രെയിനർ. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. സ്ട്രെയിനർ എന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് ഓയിൽ പാനിലെ ഓയിൽ സമ്പിലെ ഓയിലിൽ ഡിപ്പാക്കി എടുക്കുന്ന, മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഒരു സ്ട്രെയിനർ ഉണ്ടാവുക. സ്ട്രെയിനറിൻ്റെ ഒരു എൻഡ് പിടിപ്പിച്ചിരിക്കുന്നത് ഓയിൽ പമ്പിലോട്ടാണ്. സ്ട്രെയിനറിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഓയിൽ സമ്പിലെ ഓയിലിനെ ഒരു പാർഷ്യലായി ഫിൽട്ടർ ചെയ്തുകൊണ്ട് ഫിൽട്ടർ ചെയ്ത ഓയിൽ പമ്പിലൂടെ കടത്തി വിടുക എന്നുള്ളതാണ് ഒരു ഓയിൽ സ്ട്രെയിനറിൻ്റെ ഡ്യൂട്ടി. ഈ എൻഡിൽ കാണുന്ന ഒരു സ്ട്രെയിനർ ഒരു ഫിൽട്ടറാണ്. അപ്പോൾ അതിലൂടെയാണ് ഓയിൽ ഫിൽട്ടറായിട്ട്, താൽക്കാലികമായി ഫിൽട്ടറായി ഓയിൽ പമ്പിലോട്ട് കടന്നു ചെല്ലുക. ഓയിലിനെ കംപ്ലീറ്റ് ആയിട്ട് ഫിൽട്ടർ ആവുന്നത് ഓയിൽ ഫിൽട്ടറിൽ ചെല്ലുമ്പോൾ മാത്രമാണ്. ഇതിൽ പാർഷ്യലി ആയി മാത്രമേ ഇതിൽ ഫിൽട്ടർ ആവുകയുള്ളൂ. ഓക്കെ, അടുത്തത് ഓയിൽ ഗാലറി. ഓയിൽ ഗാലറി എന്ന് വെച്ചാൽ എൻജിനിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലൂബ്രിക്കേഷൻ നടത്തുന്നതിന് ആവശ്യമായി ഓയിലിന് പാസ് ചെയ്യാവുന്ന രീതിയിൽ നീളം കൂടിയ ഹോൾസ്, നീളം കൂടിയ പാത്ത് എൻജിൻ ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ നീളം കൂടിയ പാത്തിനെയാണ് നമ്മൾ ഓയിൽ ഗാലറി എന്ന് പറയുന്നത്. എൻജിൻ ബ്ലോക്കിൽ മാത്രമല്ല, എൻജിൻ ഹെഡിലും ഓയിൽ ഗാലറി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിഗറിൽ ബ്ലാക്ക് ലൈൻ കാണിച്ചു കൊടുത്തിരിക്കുന്നതാണ് ഈ ഓയിൽ ഗാലറിയായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, സ്ട്രെയിനറിൽ നിന്ന് ഓയിലെടുത്ത് നേരെ ഓയിൽ പമ്പ്, ഓയിൽ ഫിൽട്ടർ, അതിനുശേഷം ഡയറക്റ്റായി പോകുന്നത് ഓയിൽ ഗാലറി അല്ലെങ്കിൽ മെയിൻ ഗാലറിയിലോട്ടാണ്. അവിടെ നിന്നാണ് എൻജിൻ്റെ എല്ലാ ബെയറിങ്സിലോട്ടും എല്ലാ കോണ്ടാക്റ്റിംഗ് സർഫേസിലോട്ടും ഓയിൽ സപ്ലൈ ചെയ്യുന്നത്. എൻജിൻ ബ്ലോക്കിൽ ഓയിൽ ഗാലറി ഉള്ളതുപോലെ സിലിണ്ടർ ഹെഡിലും ഓയിൽ ഗാലറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവഴിയാണ് എൻജിൻ്റെ ഉള്ളിലെ കംപ്ലീറ്റ് ബെയറിങ്സിലോട്ട്, കോണ്ടാക്റ്റിംഗ് സർഫസിലോട്ട് നമ്മൾ ലൂബ്രിക്കേഷൻ ഓയിലിനെ സപ്ലൈ ചെയ്യുന്നത്. അടുത്തത് ഓയിൽ കൂളർ. ഓയിൽ കൂളർ എന്ന് വെച്ചാൽ നമുക്കറിയാം, എൻജിൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് എൻജിനുള്ളിലെ ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെയും ചൂട് വർദ്ധിക്കും. നമ്മൾ ലൂബ്രിക്കേഷൻ ഓയിൽ പ്രത്യേകത പറഞ്ഞു, വിസ്കോസിറ്റി എന്ന് പറഞ്ഞ പ്രത്യേകത. ഏതൊരു ലിക്വിഡിനായാലും ചൂട് കൂടിയാൽ വിസ്കോസിറ്റി കുറയും. നമ്മൾ ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെയും ഒരു പ്രത്യേകത തന്നെയാണ്, ചൂട് കൂടുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി കുറയാനുള്ള ഒരു സാധ്യത, ഒരു ടെൻഡൻസി അവൻ കാണിക്കും. ഓക്കെ, ഒരു പരിധി വരെ നമുക്കറിയാം, നമ്മളൊരു പ്രോപ്പർട്ടി അതിൻ്റെ പറഞ്ഞിരുന്നു, ചൂട് കൂടിയ കണ്ടീഷനിലും ചൂട് കുറഞ്ഞ കണ്ടീഷനിലും വിസ്കോസിറ്റി വ്യത്യാസം ഉണ്ടാവരുത് എന്നിരിക്കലും. എൻജിൻ്റെ ചൂട് കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയാനുള്ളൊരു ടെൻഡൻസി ആണ് കാണിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ലൂബ്രിക്കേഷൻ ഓയിലിനെ തണുപ്പിച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓയിൽ കൂളർ. സാധാരണയായിട്ട് ഹെവി ഡീസൽ എഞ്ചിനുകളിലാണ് ഓയിൽ കൂളേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള എഞ്ചിനുകളിൽ നമ്മൾ അതിൻ്റെ എൻജിൻ ബ്ലോക്കിലെ വാട്ടർ ജാക്കറ്റിനുള്ളിൽ ഈ ഓയിലിനെ പാസ് ചെയ്യാൻ വേണ്ടി മാത്രം ഹോളോ ട്യൂബുകൾ 2, 3, 4 സ്ട്രിപ്പ് ഹോളോ ട്യൂബുകൾ കൊടുക്കും വാട്ടർ ജാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഓയിലിനെ അതിലൂടെ പാസ് ചെയ്യിപ്പിക്കും. ലൂബ്രിക്കേഷൻ ഓയിൽ ഗാലറിയൊക്കെ കഴിഞ്ഞ് ചെന്ന് ആ ഒരു ലൈനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഹോളോ ട്യൂബുകൾ വാട്ടർ ജാക്കറ്റിലെ വെള്ളത്തിൽ മുങ്ങിയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൂബ്രിക്കേഷൻ ഓയിലിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് വാട്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ലൂബ്രിക്കേഷൻ ഓയിൽ നമുക്ക് തണുപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് CC കൂടിയ ചില ബൈക്കുകളിൽ ഓയിൽ കൂളേഴ്സ് പിടിപ്പിച്ചിരിക്കുന്നത് കാണാം. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് അതാണ്.
ഫിഗറിൽ കാണിച്ചിരുന്ന ഒരു റേഡിയേറ്റർ പോലെ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഹിമാലയൻ ബൈക്കിൻ്റെ എഞ്ചിൻ്റെ ഒരു പിക്ചറാണ്. നമുക്കറിയാം ബൈക്കുകളിൽ കൂൾ ചെയ്യുന്നത് എയർ കൂളിംഗ് വഴിയാണ്. CC കൂടിയ ബൈക്കുകളിൽ പെട്ടെന്ന് കൂളാവാനായിട്ട് നമ്മൾ ഓയിൽ കൂളേഴ്സ് പിടിപ്പിക്കും. ഓക്കെ, ഇതിൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. എഞ്ചിനകത്തുള്ള ലൂബ്രിക്കേഷൻ ഓയിലിനെ സെപ്പറേറ്റ് ഒരു റേഡിയേറ്റർ പോലൊരു പോർഷനിലോട്ട് കൊണ്ടുവന്ന് ഇതിലെ കോറിലൂടെ നമ്മുടെ ലൂബ്രിക്കേഷൻ ഓയിൽ നമ്മൾ പാസ് ചെയ്യാണ്. ആ ടൈമിൽ എയറുമായി കോണ്ടാക്റ്റ് വന്ന് ഇതിലെ ചൂട് കൂടിയ ലൂബ്രിക്കേഷൻ ഓയിൽ ആ ചൂടിനെ എയറിലോട്ട് പകർന്നു കൊടുത്തുകൊണ്ട് കൂളാവുന്നു. അങ്ങനെ കൂളായ ലൂബ്രിക്കേഷൻ ഓയിൽ വീണ്ടും എഞ്ചിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് എൻജിൻ കാറ്റുകൊണ്ടും എയർ കൂളിംഗ് വഴിയും കൂളാവുന്നുണ്ട്, ഈ ഓയിൽ കൂളർ വഴിയും കൂളാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജിനെ നമുക്ക് പെട്ടെന്ന് കൂൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓയിലിനെ കൂൾ ചെയ്യിക്കാനാണ്. അതുവഴി അതിൻ്റെ വിസ്കോസിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സാധാരണ നോർമൽ കാറുകളിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കൂളിംഗ് സിസ്റ്റം വയ്ക്കേണ്ട ആവശ്യമില്ല. അതിലുള്ള വാട്ടർ ജാക്കറ്റിൽ തന്നെ അതിൻ്റെ കൂളിംഗ് അതിനോടൊപ്പം തന്നെ നടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു ഓയിൽ കൂളറിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് ഓയിൽ ഫിൽറ്റർ. ഞാൻ പറഞ്ഞു ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെ കംപ്ലീറ്റ് ഫിൽറ്ററിങ് നടക്കുന്നത് ഓയിൽ ഫിൽറ്റർ കടന്നു പോയതിന് ശേഷം മാത്രമാണ്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, ഓയിൽ ഫിൽറ്ററിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊരു കട്ട് വ്യൂ ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഓയിൽ ഫിൽറ്ററിൻ്റെ പുറമേയുള്ള മെറ്റാലിക് കേസിൻ കട്ട് ചെയ്തതിന് ശേഷം കാണുന്നൊരു വ്യൂ ആണിത്. അതിനകത്ത് നിങ്ങൾക്ക് ഫിൽറ്ററിങ് എലമെൻറ്റ് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിലോട്ട് എങ്ങനെയാണ് ഓയിൽ എൻ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫിൽറ്റർ ആവുന്നത് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇതിന് ചുറ്റും കാണുന്ന ഹോൾസ് കാണാം. ഈ ഹോളിലൂടെയാണ് ഇംപ്യുവർ ഓയിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുന്നത്. അതായത് പ്യുവർ അല്ലാത്ത ക്ലീൻ ആവാത്ത ഓയിൽ കിടക്കുന്നത് ഈ ഹോൾസിലൂടെയാണ്. ഇതിലൂടെ കടന്ന് ഫിൽറ്ററിങ് എലമെൻറ്റിൻ്റെ പുറം ഭാഗത്തോട്ട് എത്തുന്നു. ആ എത്തിയ ഓയിൽസ് കംപ്ലീറ്റ് ഫിൽറ്ററിങ് എലമെൻറ്റിലൂടെ അതിൻ്റെ സെൻറ്ററിലോട്ട് കടന്നു പോകുന്നു. ഉള്ളിലെ ഈ ഹോൾ ഞാനൊരു പച്ച മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഉള്ളിലെ ഈ ഹോളിലോട്ട് കടക്കുന്നു. ആ ഹോളിലോട്ട് കടക്കുമ്പോൾ ഫിൽറ്ററിങ് എലമെൻറ്റ് കടന്നാണ് ഓയിൽ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓയിലിലെ കംപ്ലീറ്റ് ഡേർട്ട് അല്ലെങ്കിൽ ഇംപ്യൂർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കംപ്ലീറ്റ് ഫിൽറ്ററിൽ കുടുങ്ങുന്നു. അങ്ങനെ ഫിൽറ്ററായ ക്ലീനായ ഓയിൽ മാത്രമാണ് ആ സെൻറ്റർ ഹോളിലോട്ട് കിടക്കുന്നത്. അവിടെ നിന്ന് നേരെ പ്യുവർ ഓയിൽ മെയിൻ ഗാലറി, ബാക്കി ബെയറിങ്സ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നു. ഓക്കെ, ഇനി ഇതിൽ പറയാനുള്ളൊരു കാര്യം, ഈ ടൈപ്പ് ഓയിൽ ഫിൽറ്ററിൽ ഒരു ബൈപ്പാസ് വാൽവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഓയിൽ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നു, നമ്മൾ കൃത്യമായ മെയിൻ്റനൻസ് നടത്തി അത് ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ആക്കിയില്ല, ശ്രദ്ധിക്കാത്ത ഒരു കസ്റ്റമറാണ് അത് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഫിൽറ്റർ കൃത്യമായ ഇടവേളയിൽ മാറ്റിയില്ലെങ്കിൽ നമുക്കറിയാം ഓയിൽ ഫിൽറ്ററിൽ അതിൻ്റെ കരടുകൾ കുടുങ്ങി ഓയിൽ ഫിൽറ്റർ ക്ലോഗ് ആവും അല്ലെങ്കിൽ കെട്ടി നിൽക്കും. അപ്പോൾ കൃത്യമായ രീതിയിൽ ഓയിൽ ഈ ഫിൽറ്ററിനകത്തോടെ ആ സെൻറ്ററിലോട്ട് കിടക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ ഓയിൽ ഫിൽറ്റർ ഡാമേജായി നിൽക്കുകയാണ്, അതായത് കരടുകൾ അടിഞ്ഞുകൂടി ഓയിലിനെ കടത്താൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ നമുക്കറിയാം നമുക്ക് ആവശ്യമായ ഓയിൽ ഫിൽറ്റർ കടന്നു ചെല്ലില്ല എൻജിനിലോട്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥ ഉണ്ടായാൽ എൻജിൻ്റെ പെർഫോമൻസിനെ വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ അത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നാൽ അതിനെ തരണം ചെയ്യാനായിട്ടൊരു ബൈപ്പാസ് വാൽവ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഫിൽറ്ററിങ് എലമെൻറ്റ് ക്ലോഗ് ആയി കഴിഞ്ഞാൽ ഇതിനെ നേരെ താഴേക്ക് പോകും. ഈ ഫിൽറ്ററിങ് എലമെൻറ്റിൻ്റെ താഴെ, അതായത് ഈ കാണുന്ന സെൻറ്റർ ഹോള് അതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു ബൈപ്പാസ് വാൽവ് കൊടുത്തിട്ടുണ്ട്. ഫിൽറ്ററിങ് എലമെൻറ്റ് ക്ലോഗ് ആയി കഴിഞ്ഞാൽ ഈ പുറം റൗണ്ടിലൂടെ കടക്കുന്ന ഓയിൽസ് ഫിൽറ്ററിങ് എലമെൻറ്റ് നേരെ താഴേക്ക് ചെല്ലും. എന്നിട്ട് താഴെ കൂടെ ഈ ബൈപ്പാസ് വാൽവ് കടന്ന് ഈ സെൻറ്ററിലൂടെ കടന്ന് നേരെ ഓയിൽ ഗാലറിയിലോട്ട് പോകും. ആ ടൈമിൽ ഫിൽറ്ററിങ് നടക്കുന്നില്ല, ഫിൽറ്റർ ആവാത്ത ഓയിൽ ബൈപ്പാസ് വാൽവിലൂടെ കടന്ന് എൻജിനിലോട്ട് പോവാണ്. എൻജിൻ ഓയിൽ നമുക്ക് ആവശ്യമായതിൽ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവരുത്. ആ ഒരു അവസരത്തിലാണ് നമ്മൾ ബൈപ്പാസ് വാൽവ് തന്നെ തുറന്ന് അതിലൂടെ ഓയിൽ കടന്നു ചെല്ലുക. നമുക്കിനി എൻ്റെ വീഡിയോ ഒന്ന് കാണാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാവും. നിങ്ങൾക്കൊരു ഫിൽറ്റർ കാണാം, അതിൻ്റെ കട്ട് വ്യൂ കാണാം, ഫിൽറ്റർ കാണാം.
ഓക്കെ, ഓയിൽ കടന്നു ചെല്ലുന്നു. ഓയിൽ കടന്ന് വ്യക്തമായി ഫിൽറ്റർ കടന്നു ചെല്ലുമ്പോൾ ഫിൽറ്റർ ക്ലോഗ് ആവുന്നു. അപ്പോൾ ഇത് ഫിൽറ്റർ ക്ലോഗ് ആയതാണ് കാണുന്നത്. ക്ലോഗായി ഫിൽറ്റർ പാസ്സാവുമ്പോൾ നേരെ താഴേക്ക് വന്ന് ബൈപ്പാസ് വാൽവിലൂടെ കടന്ന് നേരെ നമ്മൾ പറഞ്ഞ ഓയിൽ ഗാലറിയിലോട്ട് പാസ്സാവുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം ഫിൽറ്റർ ആവാതെയാണ് പാസ്സാവുന്നത് എങ്കിൽ തന്നെയും നമുക്ക് അത്രയും ഓയിലോട് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നാൽ മാത്രമാണ് ആ ബൈപ്പാസ് വാൽവ് ഓപ്പൺ ആവുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഓയിൽ ഫിൽറ്ററിനെ പറ്റി പറയാനുള്ളത്. ഇനി ഓയിൽ ഫിൽറ്ററിങ് സിസ്റ്റം. 2 ടൈപ്പ് ഓയിൽ ഫിൽറ്ററിങ് സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് രീതിയിലാണ് നമ്മൾ ഓയിൽ ഫിൽറ്റർ കണക്ട് ചെയ്യുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ 2ആക്കി ഫിൽറ്ററിങ് സിസ്റ്റത്തെ തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഫുൾ ഫ്ലോ ഓയിൽ ഫിൽറ്റർ സിസ്റ്റം, 2 ബൈപ്പാസ് ഓയിൽ ഫിൽറ്റർ സിസ്റ്റം. ഫുൾ ഫ്ലോ ഓയിൽ ഫിൽറ്റർ സിസ്റ്റം നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഒരു രീതി തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഓയിൽ പമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സമ്പ്, സ്ട്രെയിനറിൽ നിന്ന് വരുന്ന ഓയിൽ പമ്പിൽ നിന്ന് നേരെ ഓയിൽ ഫിൽറ്റർ കടന്ന് നേരെ നമ്മുടെ ഓയിൽ ഗാലറിയിലോട്ട് കടന്നു ചെല്ലും. നിങ്ങൾ താഴെ ഫിഗർ നോക്കുക, ഈ പറഞ്ഞ തന്നെ ഓയിൽ പമ്പിലൂടെ കടന്ന് ഫിൽറ്ററോട് കടക്കുന്നു. ഫിൽറ്ററിൻ്റെ സെൻറ്ററിലൂടെ നമ്മുടെ ബെയറിങ്സിലോട്ട് കടന്നു ചെല്ലുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നടക്കുന്ന നമുക്കറിയാം ഫുൾ ഫ്ലോ ഓയിൽ ഫിൽറ്റർ സിസ്റ്റമാണിത്. അതായത് കടന്നു വരുന്ന ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫിൽറ്ററിലൂടെ കടന്ന് നമ്മുടെ ബെയറിങ്സിലോട്ട് ചെല്ലുന്നുണ്ട്. ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഫുൾ ഫ്ലോ ഓയിൽ ഫിൽറ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. 2ാമത്തെ ടൈപ്പ് ബൈപ്പാസ് ഓയിൽ ഫിൽറ്റർ സിസ്റ്റം. നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ഓയിൽ ഫിൽറ്ററിലൂടെ കടന്ന് നേരെ ചെല്ലുന്ന ബെയറിങ്ങിലോട്ടാണ്. ബൈപ്പാസ് ഓയിൽ ഫിൽറ്റർ സിസ്റ്റത്തിൽ ഒരു കുറച്ച് ഓയിൽ മാത്രമേ ഫിൽറ്റർ കടന്ന് ചെല്ലുള്ളൂ. ബാക്കി ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് നേരെ ചെല്ലുന്നത് എൻജിൻ്റെ ബെയറിങ്സിലോട്ടാണ്. ഒന്നുകൂടി നോക്കാം, ഫിഗർ നോക്കാം, നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്കൊരു പമ്പ് കാണാം. ഓക്കെ, അപ്പോൾ സമ്പിൽ നിന്ന് സ്ട്രെയിനർ വഴി ഓയിലെത്തുന്നു. പമ്പ് കടന്ന് നേരെ കുറച്ച് ഓയിൽ നേരെ ഫിൽറ്റർ കടന്ന് ഫിൽറ്ററായ ശേഷം നേരെ സമ്പിലോട്ട് പോകുന്നു. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി കുറച്ച് ഓയിൽ നേരെ എൻജിൻ്റെ ബെയറിങ്സിലോട്ടും പോകുന്നു. അപ്പോൾ ഇതാണ് ബൈപ്പാസ് ഓയിൽ ഫിൽറ്റർ സിസ്റ്റം. അതായത് ഒരു പാർഷ്യൽ ഓയിൽ മാത്രമേ ഫിൽറ്ററോട്ട് കിടക്കുള്ളൂ. അത് ഫിൽറ്ററിന് ശേഷം സമ്പിലോട്ട് പോകും. ബാക്കി ഓയിൽ നേരെ എൻജിൻ ലൂബ്രിക്കേഷൻ പാർട്സിലോട്ട് നേരിട്ട് ചെല്ലും. അപ്പോൾ ഇതിലുണ്ടാവുന്നത് ഫിൽറ്റർ കിടന്ന നേരെ സമ്പിലോട്ട് പോകുമ്പോൾ സമ്പിലുള്ള ഓയിൽ ഫിൽറ്റർ ആവാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല പ്യൂർ ഓയിൽ കിട്ടും എന്നുള്ളൊരു രീതിയിലാണ് ബാക്കി കംപ്ലീറ്റ് ഓയിൽ നമ്മൾ എൻജിൻ പാർട്സിലോട്ട് ഡയറക്റ്റ് വിടുന്നത്. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് ഓയിൽ ഫിൽറ്ററിങ് സിസ്റ്റം. അടുത്തത് പ്രഷർ റിലീഫ് വാൽവ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കും, ഓയിൽ പമ്പിൽ നിന്ന് ഓയിൽ ഫിൽറ്ററിലോട്ട് പാസ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു പ്രഷർ റെഗുലേറ്റിംഗ് വാൽവ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ വെച്ചിരുന്ന ഒരു ബോൾ ടൈപ്പ് വാൽവാണ്. അപ്പോൾ പ്രഷർ റെഗുലേറ്റിംഗ് വാൽവിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഓയിൽ പമ്പിൽ നിന്ന് പ്രഷറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓയിൽ ഫിൽറ്ററിലോട്ട് കടത്തി വിടുമ്പോൾ നമുക്ക് ആവശ്യമായ പ്രഷറിൽ കൂടുതൽ പ്രഷർ ആ ലൈനിൽ ഇപ്പോൾ കടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ കൂടുതൽ പ്രഷർ നമ്മൾ ഓയിലിൻ്റെ മെയിൻ ഗാലറിയിലോട്ട് കടത്തിവിട്ടാൽ അത് നമ്മുടെ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ ആ പ്രഷർ നമുക്ക് കുറയ്ക്കണം. ഓക്കെ, ഓയിൽ പമ്പ് കൊടുക്കുന്ന പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ ആ പ്രഷർ നമ്മൾ കുറയ്ക്കണം. ആ കുറയ്ക്കാനുള്ള ഒരു വാൽവാണ് പ്രഷർ റിലീഫ് വാൽവ്. നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, ഓയിൽ ഫ്രം പമ്പ്. അതായത് ഓയിൽ പമ്പിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്ത് ഓയിൽ വിടുന്നു. അപ്പോൾ ഓയിൽ സാധാരണ ഈ റൂട്ട് നേരെ പാസ് ചെയ്ത് നേരെ ഓയിൽ ഗാലറി അല്ലെങ്കിൽ ഓയിൽ ഫിൽറ്ററിലോട്ട് ചെല്ലും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ തട്ടിയിട്ടാണ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ ഒരു ബോൾ വാൽവ് കാണാം. ബോൾ വാൽവിൻ്റെ ബാക്കിലൊരു സ്പ്രിങ് കാണാം. അപ്പോൾ എന്തുമാത്രം പ്രഷറിലാണ് മുകളിലോട്ട് അല്ലെങ്കിൽ ഓയിൽ ഫിൽറ്ററിലോട്ട് ഓയിൽ പാസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഈ സ്പ്രിങ്ങിനോട് ടെൻഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പാസ് ചെയ്ത് പോകുന്ന ഓയിൽ പമ്പിൽ നിന്ന് വരുന്ന പ്രഷറൈസായ ഓയിൽ പ്രഷർ കൂടുതലാണെങ്കിൽ ഈ വരുന്ന ഓയിൽ ഈ ബോളിനെ പതുക്കെ പുറകിലോട്ട് തള്ളും.
പ്രഷർ കൂടുന്ന അവസ്ഥയിൽ. അങ്ങനെ പുറകിലോട്ട് തള്ളുമ്പോൾ നമുക്കറിയാം ഈ പാത്ത് പതുക്കെ തുറക്കും. ഓക്കെ, ഈ പാത്ത് നേരെ പോകുന്നത് ഓയിൽ സമ്പിലോട്ടാണ്. അപ്പോൾ എന്തുണ്ടാവുന്നു, പ്രഷർ കൂടിയ ടൈമാണെങ്കിൽ പ്രഷർ കൂടിയ ഓയിൽ വരുന്നു, ഈ ബോൾ വാൽവിനെ പുറകിലോട്ട് തള്ളുന്നു, നേരെ ആ പ്രഷർ കൂടിയ ഓയിൽ വീണ്ടും സമ്പിലോട്ട് പോകുന്നു. അങ്ങനെ ഈ മെയിൻ ലൈനിൽ പ്രഷർ കുറയുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രഷർ കൂടുന്ന അവസ്ഥയിൽ പ്രഷർ ലൈനിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ പ്രഷർ വരുമ്പോൾ പ്രഷറിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാൽവാണ് പ്രഷർ റിലീഫ് വാൽവ്. 2 ടൈപ്പാണ് വാൽവാണുള്ളത്. ഒന്ന് ബോൾ ടൈപ്പ് വാൽവ്, 2 പ്ലഞ്ചർ ടൈപ്പ് വാൽവ്. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് ബോൾ ടൈപ്പ് വാൽവാണ്. നിങ്ങൾക്ക് കാണാം വാൽവിൻ്റെ അവിടെയുള്ള ഷേപ്പ് ബോൾ ഷേപ്പാണ്. അതുകൊണ്ടാണ് അതിന് ബോൾ ടൈപ്പ് വാൽവ് എന്ന് പറയുന്നത്. രണ്ടാമത് പ്ലഞ്ചർ ടൈപ്പ് വാൽവ് സെയിം ആണ്, അതിൽ ബോളിൻ്റെ ഷേപ്പ് മാറി അവിടെ ഒരു പ്ലഞ്ചർ ഷേപ്പാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അതാണ് പ്ലഞ്ചർ ടൈപ്പ് വാൽവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് പ്രഷർ റിലീഫ് വാൽവിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് വിസ്കോസിറ്റി റേറ്റിംഗ്. വിസ്കോസിറ്റി റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് വണ്ടിയിൽ ഒഴിക്കാൻ ഒരു എൻജിൻ ഓയിൽ മേടിക്കുമ്പോൾ എൻജിൻ ഓയിലിൻ്റെ ബോട്ടിലിന് മുകളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും SAE 10W30, SAE 20W40. ഇപ്പോൾ ഫിഗർ നിങ്ങൾക്ക് കാണാം, ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഒരു ഓയിലിൻ്റെ വിസ്കോസിറ്റി റേറ്റിംഗ് ആണ്. എന്തുമാത്രം വിസ്കോസിറ്റി ആ തന്നിരിക്കുന്ന ബോട്ടിലെ ഓയിലിന് ഉണ്ട് എന്നതാണ് അവിടെ കാണിക്കുന്നത്. നമുക്കറിയാം പല എൻജിൻ, പല CC, പല പവർ, പല പെർഫോമൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഓരോ എൻജിനും അനുസരിച്ചിട്ടുള്ള ഓയിൽ വേണം നമ്മൾ ആ എൻജിനിലെ ലൂബ്രിക്കേഷൻ ഓയിലായിട്ട് യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയുന്നത് ഈ ഒരു സ്പെസിഫിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ്. ഇതിനെ വിസ്കോസിറ്റി റേറ്റിംഗ് എന്നാണ് പറയുക. നമ്മൾ ഈ പറയുന്ന SAE 10W30 ആ വാക്കുകൾ കൊണ്ട് ആ ഓരോ ടൈമും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, ഓയിൽസ് ആർ ക്ലാസിഫൈഡ് ബൈ SAE നമ്പർ വെച്ചാണ് ക്ലാസിഫൈ ചെയ്യുക. ഹയർ ദ നമ്പർ വിസ്കോസിറ്റി ആൻഡ് തിക്നെസ് വിൽ ബി ഹൈ. ആ നമ്പർ കൂടുതൽ, ഇപ്പോൾ 10W30, 20W40, 30W50 ആ രീതിയിൽ നമ്പർ കൂടുന്തോറും അതിൻ്റെ അർത്ഥം വിസ്കോസിറ്റി കൂടുന്നു, ആ ഓയിലിൻ്റെ തിക്നെസ് കൂടുന്നു എന്നാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, 3 രീതിയിലാണ് നമ്മൾ വിസ്കോസിറ്റി റേറ്റിംഗ് പറയാം. നിങ്ങൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. ഒന്ന് SAE 10, SAE 15, SAE 20, SAE 30, SAE 200, SAE 300. ഓക്കെ, അപ്പം അങ്ങനെ പറയുന്നത്, അങ്ങനെ റേറ്റിംഗ്, അത് SAE കഴിഞ്ഞ് ജസ്റ്റ് നമ്പർ മാത്രം വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന എൻജിൻ ഓയിലിൻ്റെ റേറ്റിംഗ് ആണ്. സമ്മർ, ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന എൻജിൻ ഓയിലിൻ്റെ വിസ്കോസിറ്റി റേറ്റിംഗ് ആണ് അത്തരത്തിൽ പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ശ്രദ്ധിക്കുക, SAE 5W, SAE 10W, SAE 20W, SAE 25W. അങ്ങനെ W വെച്ച് വരുന്നത് കംപ്ലീറ്റ് വിൻ്റർ അല്ലെങ്കിൽ തണവ് കൂടിയ സ്ഥലങ്ങളിൽ, മഞ്ഞ് ഉള്ള തണവ് കൂടിയ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഓയിലിനെയാണ് അത്തരത്തിൽ ഡിസിഗ്നേറ്റ് ചെയ്യാം. ഇതിൽ W എന്ന് പറയുന്നത് വിൻ്ററാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ നാട്ടിൽ നോർമലി യൂസ് ചെയ്യുന്നത് മൾട്ടിഗ്രേഡ് ഓയിലാണ്. മൂന്നാമത്തെ ടൈപ്പ് SAE 10W30, SAE 15W40, SAE 20W50. ഓക്കെ, അതിനാണ് മൾട്ടി ഗ്രേഡ് ഓയിൽ എന്ന് പറയാം. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ വളരെ കൂടുതൽ ചൂടോ വളരെ കൂടുതൽ തണുപ്പോ അങ്ങനെ ഒരു കാലാവസ്ഥ വരുന്നത് നമ്മളൊരു ആവറേജിലാണ് നമ്മൾ പോകുന്നത്. എന്ന് തന്നെയായാലും നമുക്ക് ചെറിയൊരു കാലാവസ്ഥ വേരിയേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 10W30 എന്ന് ഉദ്ദേശിക്കുന്നത് തണവ് കൂടിയ ടൈമിലാണെങ്കിൽ നമ്മൾ മേടിച്ചിരിക്കുന്ന ആ ഓയിൽ SAE 10W എന്നതിൻ്റെ ക്വാളിറ്റി കാണിക്കും. അതേസമയം കുറച്ച് ചൂട് കൂടിയ ടൈമിലാണെങ്കിൽ നമ്മൾ മേടിച്ചിരിക്കുന്ന ആ ഓയിൽ SAE 30 ആ ഒരു ഓയിലിൻ്റെ ക്വാളിറ്റിയും കാണിക്കും. ഓക്കെ, അപ്പോൾ ചെറിയൊരു ചൂടിന് വേരിയേഷൻ വരുന്നുണ്ടെങ്കിലും
നമ്മൾ ഈ ഒരു സിംഗിൾ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻജിൻ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഓയിൽ മതി. നമുക്ക് ഓയിൽ സെപ്പറേറ്റ് ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് SA10W30 SA15W40 എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതിനാണ് മൾട്ടി ഗ്രേഡ് ഓയിൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ SAE എന്ന് പറയുന്ന വാക്ക് എന്താണ്? സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. അത്തരത്തിൽ സൊസൈറ്റിയാണ് ഇത്തരത്തിൽ വിസ്കോസിറ്റി റേറ്റിംഗ്സ് ഗ്രേഡ് ചെയ്ത് ഇറക്കുന്നത്. ഓക്കെ, ആ ഒരു സൊസൈറ്റിയുടെ പേരാണ് SAE, സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. അടുത്തത് നമ്പേഴ്സ് ആർ SAE വിസ്കോസിറ്റി ഗ്രേഡിങ്സ്. ഇത് തന്നിരിക്കുന്ന നമ്പേഴ്സ് കംപ്ലീറ്റ് വിസ്കോസിറ്റി ഗ്രേഡിങ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ വിസ്കോസിറ്റി റേറ്റിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ കൂടും തോറും അതിൻ്റെ അർത്ഥം വിസ്കോസിറ്റി കൂടാണ്, തിക്നെസ് കൂടാണ് എന്നുള്ളതാണ്. ഇനി ഇതിൽ W എന്ന് കാണിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വിൻ്റർ അല്ലെങ്കിൽ ഹോട്ട്. അതിൽ മിസ്സിങ് പറ്റിയതാണ്. W എന്ന് കാണിക്കുന്നത് കോൾഡ് ടെമ്പറേച്ചർ വിസ്കോസിറ്റി ആണ്. നിങ്ങളത് വ്യത്യാസം വരുത്തേണ്ടതാണ്. W എന്നതിൽ കാണിച്ചിരിക്കുന്നത് ഹോട്ട് അല്ല, കോൾഡ് ടെമ്പറേച്ചർ വിസ്കോസിറ്റി. തണവ് കൂടിയ സ്ഥലങ്ങളിലുള്ള വിസ്കോസിറ്റി ഉപയോഗിക്കുന്നതാണ് W എന്ന് കാണിച്ചിരിക്കുന്നത്. അത് വിൻ്ററാണ്. ഓക്കെ, അപ്പോൾ W എന്ന് പറയുന്നത് വിൻ്റർ കോൾഡ് ടെമ്പറേച്ചർ വിസ്കോസിറ്റി ആണ്. അതായത് തണവ് കൂടിയ സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലാണത്. അടുത്ത് വിത്തൗട്ട് ലെറ്റർ. ഇപ്പോൾ നമുക്കറിയാം SAE, അതിൽ ലെറ്ററില്ല, SAE 10 മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്പർ മാത്രം പറയുന്ന സ്ഥലങ്ങളിൽ ഹൈ ടെമ്പറേച്ചർ വിസ്കോസിറ്റി അല്ലെങ്കിൽ സമ്മർ, ചൂട് കൂടിയ പ്രദേശങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന, ചൂട് കൂടിയ ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലാണ് SAE 10, 15, 20, 30 തുടങ്ങിയവ. ഓക്കെ, വ്യക്തമായി നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഓരോ എൻജിനും ആവശ്യാനുസരണമായി മാനുഫാക്ചറർ പറയും ഇത്ര വിസ്കോസിറ്റി റേറ്റിംഗ് ഉള്ള ഓയിലാണ്, ലൂബ്രിക്കേഷൻ ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് എൻജിന് ആവശ്യമായ ഓയിൽ നമ്മൾ തിരഞ്ഞെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെ പറ്റിയുള്ള ക്ലാസ്. താങ്ക് യു.